നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാൻ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഫേഷ്യലാണ്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ സാധാരണക്കാർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പാലാണ്. അപ്പം നമ്മൾ എടുക്കേണ്ടത് തിളപ്പിക്കാത്ത പാലാണ്. ഇനി ഞാൻ ക്ലെൻസ് ചെയ്യാനായിട്ട് പോവുകയാണ്. പാല് ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങളൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുടെ ഫേസിൽ ചുളിവുകളും ഡ്രൈനസും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യലാണ്. ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാൻ ഫേസ് ഒന്ന് തുടച്ചെടുക്കട്ടെ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന സ്ക്രബാണ്. അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പം ഞാൻ കോക്കനട്ട് ഓയിൽ 1 സ്പൂണാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ്. പഞ്ചസാര എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ പൊടിച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ സ്കിൻ ഡാമേജ് ആകും കേട്ടോ. ഒരുപാട് തരിതരിപ്പുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി പച്ചമഞ്ഞൾ പൊടിച്ചതാണ് കേട്ടോ, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം ഞാൻ ഇനി ഇത് സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആക്കി ജെൻറ്റിലാക്കി വേണം സ്ക്രബ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ സ്കിൻ ഡാമേജ് ആവും. പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സാധാരണക്കാർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫേഷ്യലാണ്. അതേപോലെ തന്നെ ചിലരുടെ ഫേസിൽ ലിപ്സിന് സൈഡിലൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും. ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളിടത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാനിത് ഫേസ് ഒന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരു മസാജിങ് ക്രീമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കോഫി പൗഡറാണ്. 1 സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന തൈരാണ്. 1 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. കോഫി പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നെസ് തരാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടും ഡ്രൈനെസ് മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാനിതൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കടലമാവാണ്. അപ്പം ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ അരിപ്പൊടിയും കൂടിയാണ്. അപ്പം ഞാനിത് 1 സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പാലാണ്. 1 സ്പൂൺ പാലും കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ വരുന്ന ഹോം മെയ്ഡ് ഫേഷ്യലാണ്. നമ്മളൊരു ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ഫേഷ്യലിൻ്റെ അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.